സംഘർഷമേഖലകളിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളുടെയും സംഘടനകളുടെയും കരിമ്പട്ടികയിൽ ഇസ്രയേലിനെ ഉൾപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ഇക്കാര്യം വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ അറ്റാഷെ മേജർ ജനറൽ ഹെയ്ദി സിൽബർമാനെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് അറിയിച്ചതായി ഇസ്രയേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യ, IS, അൽ-ഖ്വയ്ദ, ബോക്കോ ഹറാം എന്നിവയ്ക്കൊപ്പമാണ് ഇസ്രയേലിനെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേലിനുമേൽ ലോകരാജ്യങ്ങൾ ആയുധോപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിനെതിരെ ഇസ്രയേൽ രംഗത്തു വന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം ചേർന്നിട്ടുള്ള UN തന്നെ കരിമ്പട്ടികയിലാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. ലോകത്തിലെ ഏറ്റവും ധാർമ്മികമായ സേനയാണ് ഇസ്രയേൽ പ്രതിരോധ സേന. അസംബന്ധമായ UN തീരുമാനം കാരണം അതിൽ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7-ന് ശേഷം ഗാസയിൽ 13,800 വെസ്റ്റ് ബാങ്കിൽ 113 കുട്ടികളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൂടാതെ ഗാസയിൽ 12,009 വെസ്റ്റ് ബാങ്കിൽ 725 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് 1000 കുട്ടികളുടെയെങ്കിലും കാലുകളാണ് പരിക്കേറ്റതിനെ തുടർന്ന് മുറിച്ചു മാറ്റിയത്. കടുത്ത പട്ടിണി കാരണം നിരവധി കുട്ടികളാണ് പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന 10 പേരുൾപ്പെടെ 18 യമൻ സന്നദ്ധ പ്രവർത്തകരെ ഹൂതികൾ തടവിലാക്കിയിട്ടുണ്ട്. യമനിലെ വിമത വിഭാഗമാണ് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂതികൾ. ഇവരുടെ ശക്തി കേന്ദ്രങ്ങളായ സന, ഹൊദൈദ, അമ്രാൻ, സാദ എന്നിവിടങ്ങളിൽ നിന്ന് വ്യാഴാഴ്ചയാണ് സന്നദ്ധ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയത്. യമനി സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളും ഇതിൽപ്പെടും. എന്നാൽ ഇതേക്കുറിച്ച് ഹൂതികളോ UN പ്രതികരിച്ചിട്ടില്ല. എന്തു കാരണത്താലാണ് ഇവരെ തടവിലാക്കിയത് എന്നും വ്യക്തമല്ല. ഹൂതികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും അവരുടെ കേന്ദ്രങ്ങളിൽ US-ഉം സഖ്യകക്ഷികളും ശക്തമായ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവം. ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതിനുള്ള തിരിച്ചടിയാണ് വ്യോമാക്രമണം. 2014 ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിൽ ഹൂതികൾ നിയന്ത്രണത്തിലാക്കിയ മേഖലകളിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. സാമ്പത്തിക രാഷ്ട്രീയ നേട്ടത്തിലാണ് UN-ലെയും മറ്റ് സംഘടനകളിലെയും ജീവനക്കാരെ അവർ തടവിലാക്കിയത് എന്ന് മയൂൻ ഓർഗനൈസേഷൻ പറഞ്ഞു. ഹൂതികളുടെ വരുമാന സ്രോതസ് തടഞ്ഞ് സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ US പദ്ധതിയിട്ടെന്ന് ബ്ലൂബർഗ് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഭ്യന്തര യുദ്ധത്തിൽ യമന്റെ തലസ്ഥാനമായ സന പിടിച്ച ഹൂതികൾ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി പോരാട്ടത്തിലാണ്. ആഭ്യന്തര യുദ്ധത്തിൽ 1.5 ലക്ഷം പേരാണ് മരിച്ചത്. ഒട്ടേറെ സന്നദ്ധ സേവകരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ പലസ്തീൻ രാജ്യത്തെ എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടു. സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചതിന് പിന്നാലെയാണ് UN-ന്റെ പ്രഖ്യാപനം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന് UN എല്ലാ ലോകരാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമായുള്ള പോരാട്ടത്തിന്റെ സുപ്രധാന ചുവടുവയ്പായിരിക്കും സ്വതന്ത്ര രാഷ്ട്രമായ അംഗീകാരം നൽകുക എന്ന് UN അംഗങ്ങൾ പറഞ്ഞു. UN-ൽ അംഗമായ 146 രാജ്യങ്ങളുടെ മാതൃക എല്ലാ രാജ്യങ്ങളും പിന്തുടരണമെന്നും പലസ്തീനെ ഉടൻ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനും വെടിനിർത്തൽ നടപ്പാക്കാനും മറ്റു രാജ്യങ്ങളുടെ മേൽ എല്ലാവരും സമ്മർദ്ദം ചെലുത്തണമെന്നും UN അഭ്യർത്ഥിച്ചു. ഈ അംഗീകാരം പലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കുമുള്ള അംഗീകാരമായിരിക്കും. പലസ്തീനെ ഉടൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചാൽ ഗാസയിലെ സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കാനാകുമെന്നും UN പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.